സച്ചിൻ വള്ളിക്കാട്, എന്താണ് കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ വലിയ കയ്യാങ്കളിയാണ് നടക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ? അജിംഷാ, തീർച്ചയായും അത് തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള, അതായത് ഫേസ്ബുക്കിലും അതേപോലെ തന്നെ വാട്സപ്പിലൊക്കെ ആയിരുന്നു ഇത്തരത്തിൽ വിമത ശബ്ദങ്ങൾ വന്നിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇത് കയ്യാങ്കളിയിൽ എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും പുതുതായി പറയാൻ കഴിയുന്നത്. കാരണം പാലക്കാട് തൃത്താല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് VT ബൽറാം പ്രവർത്തിക്കുന്നത്. VT ബൽറാമിൻ്റെ അനുനായികളും VT ബൽറാമിൻ്റെ പക്ഷത്തുള്ള നിരവധി പ്രവർത്തകരും രാഹുലിനും ഷാഫിക്കുമെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിലാണ് അവിടുത്തെ നേതാക്കളും ഷാഫി അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. അത് കയ്യാങ്കളിയിൽ അവസാനിച്ചു എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് അജിംഷാദ്. അതായത് ഷാഫി മുൻ MP-യുടെ രാഹുൽ മുൻ MP-യുടെ മകൾക്ക് അശ്ലീല മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് ഒരു നേതാവ് വാട്സപ്പിൽ മെസ്സേജ് പോസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഷാഫി രാഹുൽ അനുകൂലികൾ ഈ ഗ്രൂപ്പിലെത്തുകയും തുടർന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന തൃത്താല മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു. തുടർന്നാണ് ഇത് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. അതായത് ഇരു വിഭാഗം നേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ഷാഫിയെ അനുകൂലിക്കുന്നവരും VT ബൽറാം പക്ഷത്തുള്ളവരും തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു തമ്മിലടിയിലേക്കും സംഘർഷത്തിലേക്കും കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ, അതായത് KPCCയുടെ നിലപാടുകൾക്ക് എതിരെ പാലക്കാട് ജില്ലയിലെ നേതാക്കളെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമത ശബ്ദം പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ ഉയരുന്നത്. അജിംഷാദിനറിയാം, ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും വലിയ രീതിയിൽ എതിർപ്പ് രാഹുലിനെതിരെ പാലക്കാട്ടുള്ള നേതാക്കൾ ഉന്നയിച്ചതാണ്. എന്നാൽ ഇതിനെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിലിൻ്റെയും VD സതീശൻ്റെയും നോമിനിയായി പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ കോൺഗ്രസിലെ ഒരു ഭാരമായി മാറിയിരിക്കുകയാണ് അജിംഷാദ്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഇന്നും മുമ്പുമൊക്കെ പത്മജ വേണുഗോപാൽ, അതായത് കരുണാകരൻ്റെ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകൾ, മുൻ കോൺഗ്രസ് നേതാവ്, അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടി എടുക്കാത്തതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിൽ ഈ നേതാക്കന്മാരുടെ അടക്കം പല വിവരങ്ങളുമുണ്ട്, അത് പുറത്തുവിടുമെന്ന ഭയമാണ് എന്ന്. ഇന്ന് പൊതുവിൽ രാഷ്ട്രീയ കേരളം ഉയർത്തുന്ന ചോദ്യവും അതുതന്നെയാണ്. എന്തുകൊണ്ടാണ് കടുത്ത നടപടി എന്ന പ്രഖ്യാപനം ഒരു ഘട്ടത്തിൽ വിഴുങ്ങി ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു വ്യക്തിക്ക് മുമ്പിൽ, ഇന്നലെ വന്നൊരു പയ്യന് മുമ്പിൽ എന്തിനാണ് കോൺഗ്രസ് അതിൻ്റെ യശസ് കുമ്പിട്ട് വെച്ചത് എന്ന ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് കോൺഗ്രസിനുള്ളിൽ VT ബൽറാമിനെ പോലെ വളരെ പ്രമുഖനായ നേതാവിൻ്റെ അനുയായികൾ പോലും പാലക്കാട് രംഗത്തെത്തുകയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു വശം ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. സച്ചിൻ വള്ളിക്കാട്. അജിംഷാദ്, അത് തന്നെയാണ്. കാരണം VT ബൽറാം പക്ഷത്തുള്ള ആളുകൾ ഷാഫിക്കും രാഹുലിനുമെതിരെ പാലക്കാട് രംഗത്ത് വരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും പാലക്കാട് DCC പ്രസിഡൻ്റായിട്ടുള്ള തങ്കപ്പനും പാലക്കാട്ടെ നിലവിലെ MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ അടക്കം രാഹുലിൻ്റെയും ഷാഫിയുടെയും, അതായത് ഷാഫിയുടെ നോമിനിയായിട്ടാണ് രാഹുൽ പാലക്കാടേക്ക് വരുന്നത്. അതിന് വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അതൊക്കെ പാടെ അവഗണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ്റെ പിന്തുണയോടുകൂടിയാണ് രാഹുലിനെ ഷാഫി പാലക്കാട് കൊണ്ടുവരുന്നത്. അതുതന്നെയാണ് നമുക്കിപ്പോൾ രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിലും അതേപോലെ തന്നെ ജനങ്ങൾക്ക് മുന്നിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു നാടകമാണ് ഷാഫിയും അതേപോലെ തന്നെ VD സതീശനും കളിക്കുന്നത്. അത് മാധ്യമങ്ങളെ കാണുമ്പോൾ കടുത്ത നടപടി ഉണ്ടാകും രാഹുലിനെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ ഉള്ളിൽ വെച്ച് രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സതീശനും അതേപോലെ തന്നെ ഷാഫിയും സ്വീകരിക്കുന്നു. അത് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരെയാണ് ഏറ്റവും പ്രതിസന്ധിയിലാക്കുന്നത്.